വ്ളോഗ് ഇച്ചിരി സ്പെഷ്യലാണ്. ഇന്ന് നമ്മൾ പോകുന്നത് UK പോർട്സ്മൗത്തിലേക്കാണ്. പോർട്സ്മൗത്ത് എന്നതൊരു ഹിസ്റ്റോറിക്കൽ നേവൽ സിറ്റിയാണ്. കടലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റിയാണിത്. അതുകൊണ്ട് തന്നെ ഇത് UK ഒരു ബ്യൂട്ടിഫുൾ സീസൈഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയാം. ആക്ച്വലി നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെയാണ് താമസിക്കുന്നത്. സോ അവരെ കാണാനും കൂടെ പോർട്സ്മൗത്ത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുമാണ് ഇന്നത്തെ നമ്മുടെ ട്രിപ്പ്. നമ്മൾ കാറിലാണ് പോർട്സ്മൗത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. ഏകദേശം 1.5 മണിക്കൂർ ഡ്രൈവാണ് പോർട്സ്മൗത്തിലേക്കുള്ളത്. നമ്മൾ പോയ ദിവസം ചെറിയൊരു ചാറ്റമഴയോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഈവനിങ് ടൈമാണ് നമ്മൾ പോകുന്നത്. പോർട്സ്മൗത്തിൽ എത്തിയതിന് ശേഷം നമ്മൾ ആദ്യം പോയത് സൗത്ത് സീ ഏരിയയിലേക്കാണ്. അവിടെ എത്തുമ്പം കടലിൻ്റെ ചെറിയൊരു ഭാഗം കാണാമെങ്കിലും ആദ്യം ഒരു ചെറിയ ഗാർഡൻ ഏരിയ കൂടെയാണ് നമ്മൾ പോകുന്നത്. വളരെ ഭംഗിയായിട്ട് മരങ്ങളും ചെടികളും ഒക്കെ അവർ നന്നായിട്ട് ഇങ്ങനെ വെട്ടി നിർത്തി വെച്ചിട്ടുണ്ട്. അവിടെ കൂടി നടക്കാൻ തന്നെ നല്ല സുഖമാണ് കേട്ടോ. ഗാർഡൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കുളങ്ങളുണ്ട്. അത് കണ്ടാൽ തന്നെ വളരെ രസമാണ്. അകത്ത് മീനൊക്കെ ഉണ്ടോയെന്ന് ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ വാട്ടർ ഇങ്ങനെ സ്ലൈറ്റായിട്ട് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. പാത്വേ ഇങ്ങനെ സിമ്പിളായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൂടെ നമുക്ക് സ്ലോ ആയിട്ട് നടക്കാനും പറ്റും കേട്ടോ. ഞങ്ങൾ പോയ ദിവസം അങ്ങനെ വലിയ തിരക്കൊന്നും കണ്ടില്ല. നല്ല ചില്ലായിട്ട് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സായിട്ടും ഫാമിലിയൊക്കെ ആയിട്ടും വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ സീസൈഡ് എത്തുന്നതിന് മുൻപ് ഇവിടെ ഒന്ന് സ്ലോ ആയിട്ട് നടക്കുന്നത് തന്നെ നല്ലൊരു ഫീലാണ്. ഗാർഡൻ ഏരിയ കഴിഞ്ഞ് മുന്നോട്ട് വന്നാൽ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് സൗത്ത് സീ ഏരിയയാണ്. നമ്മുടെ മുന്നിൽ കാണുന്നത് സൗത്ത് സീ ആണ് കേട്ടോ. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ വൈഡായൊരു ഓപ്പൺ സീ ഫ്രണ്ട്, നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ ഇങ്ങനെ പലതരം സ്ട്രക്ചേഴ്സ് കാണാം. ചെറിയ ഇൻസ്റ്റലേഷൻസ്, സീറ്റിംഗ് ഏരിയാസ്, വാക്കിംഗ് പാത്ത്സ്, ഇവയൊക്കെ മിക്സായിട്ട് ഒരു പ്രോപ്പർ സീ ഫ്രണ്ട് വൈബാണ്. ഞങ്ങൾ പോയ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ കാമായിരുന്നു. തണുപ്പ് കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജാക്കറ്റൊക്കെ ലെയർ ചെയ്താണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. സൗത്ത് സീ എന്നത് പോർട്സ്മൗത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സീസൈഡ് ഏരിയയാണ്. ബ്രിട്ടീഷ് നേവിയുടെ ഹിസ്റ്ററിയോട് വളരെ സ്ട്രോങ് കണക്ഷനുള്ള ഒരു പ്ലേസ്. ഇവിടുത്തെ കോസ്റ്റ് ഏരിയ പഴയ കാലത്ത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഡിഫൻസ് പോയിൻ്റായിട്ട് ഉപയോഗിച്ചിരുന്ന ഏരിയ ആയിരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ചില പഴയ സ്ട്രക്ചേഴ്സൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഇതെല്ലാം കമ്പൈനായിട്ട് ഹിസ്റ്ററിയും മോഡേൺ സീ ഫ്രണ്ട് എക്സ്പീരിയൻസും ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതൊരു പെബിൾസ് ബീച്ചാണ്, സാൻഡ് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വേവ്സ് വരുമ്പോൾ സൗണ്ട് പോലും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഈ കടൽ നോക്കി നിൽക്കുമ്പോൾ കാറ്റ് സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് ജാക്കറ്റ് റിയലി ഹെൽപ്ഫുള്ളാണ്. വാക്കിംഗ് പാത്ത് വളരെ നീറ്റായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. സൈക്ലിങ്ങും ജോഗിങ്ങും ഒക്കെ ചെയ്യാനായിട്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ വരാറുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പണ്ട് കാലത്ത് പ്രത്യേകിച്ച് 16th സെഞ്ച്വറി മുതൽ ഈ കോസ്റ്റൽ ഏരിയ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം UK അറ്റാക്ക് ചെയ്യാൻ വരുന്നവർക്ക് ഫസ്റ്റ് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഇവിടെ ഡിഫൻസ് ശക്തമാക്കാൻ പല ഫോർട്ടിഫിക്കേഷൻസും ഉണ്ടാക്കിയിരിക്കുന്നത്. അവയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് സൗത്ത് സീ ക്യാസിലാണ്. കൺട്രീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൻറി 8 ബിൽഡ് ചെയ്തതാണിത്. സൗത്ത് സീ ക്യാസിൽ പോലുള്ള സ്ട്രക്ചേഴ്സ് സീ വഴി വരുന്ന എനിമീസിനെ ശ്രദ്ധിക്കാൻ, ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നു. കാലം കഴിഞ്ഞപ്പോൾ വാറിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ കുറയുകയും ഈ ഏരിയ സ്ലോലി മാറുകയും ചെയ്തു. 18th സെഞ്ച്വറി 19th സെഞ്ച്വറി കാലത്ത് സൗത്ത് സീ ഒരു സീസൈഡ് റിസോർട്ടായി ഡെവലപ്പാക്കി. അന്നു മുതൽ ആളുകൾ ഇവിടെ റിലാക്സ് ചെയ്യാനും ഹോളിഡേ സ്പെൻഡ് ചെയ്യാനും വരാൻ തുടങ്ങി. വിക്ടോറിയൻ കാലത്ത് സീസൈഡ് പോകുന്ന ഒരു ട്രെൻഡായിരുന്നു. അതുകൊണ്ട് സൗത്ത് സീ കൂടുതലും പോപ്പുലറായി. പോർട്സ്മൗത്ത് നേവൽ സിറ്റി ആയതിനാൽ ഇവിടെ നേവിയും ഷിപ്പും മാരിടൈം ഹിസ്റ്ററിയും എല്ലാം വളരെ സ്ട്രോങ് ആയി ഉണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സൗത്ത് സീ മുഴുവൻ ലൈറ്റ്സ് ഒക്കെ ഓണായി കേട്ടോ. അപ്പോഴാണ് പ്ലേസ് ഒന്ന് വേറെ ഫീലായി തോന്നിയത്. ഡേ ടൈമിലെ കാം വൈബിൽ നിന്ന് ഒരു കോസി ഈവനിങ് വൈബായി മാറും. നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയത് പോർട്സ്മൗത്തിലെ ഏറ്റവും ഫേമസ് ലാൻഡ്മാർക്കായ സ്പിന്നക്കർ ടവറിലേക്കാണ്. പോർട്സ്മൗത്ത് എന്ന സിറ്റിയുടെ ഐഡൻറ്റിറ്റി എന്ന് തന്നെ പറയാം. ഇത് കാണുമ്പോൾ തന്നെ ഒരു സെയിൽ ഷേപ്പ് പോലെ ഡിസൈൻ ചെയ്തതാണ്. അതായത് ഷിപ്പിൻ്റെ സെയിലിനെ ഇൻസ്പയർ ചെയ്താണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ടവർ നിർമ്മിച്ചിരിക്കുന്നത് പോർട്സ്മൗത്ത് എന്ന സിറ്റിയുടെ മാരിടൈം ഹിസ്റ്ററി റെപ്രസെൻറ്റ് ചെയ്യാനാണ്.
പോർട്സ്മൗത്ത് ഒരു നേവൽ സിറ്റി ആണല്ലോ, അതുകൊണ്ട് തന്നെ സീ, ഷിപ്സ്, സെയിലിങ് ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിസൈൻ ചൂസ് ചെയ്തു. മാത്രമല്ല ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാനും സിറ്റിക്കൊരു മോഡേൺ ലാൻഡ്മാർക്ക് ഉണ്ടാക്കാനുമാണ് ഇത് ബിൽഡ് ചെയ്തത്. സിബിനക്ക ടവർ കൺസ്ട്രക്ഷൻ ഏർലി 2000-ലാണ് ആരംഭിച്ചത്. 2005-ലാണ് ഒഫീഷ്യലി ഓപ്പൺ ചെയ്തത്. ഇനിഷ്യലി ഇതൊരു പബ്ലിക് പ്രോജക്റ്റ് ആയിരുന്നു. പോർട്സ്മൗത്ത് സിറ്റി കൗൺസിലാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത്. ഹൈറ്റ് ഏകദേശം 170 മീറ്ററാണ്. UK-യിലെ ടോളസ്റ്റ് പബ്ലിക് വ്യൂയിങ് ടവറിൽ ഒന്നാണ്. ഈ കാണുന്ന ടവറിനടുത്തുള്ളൊരു മോളാണ് കേട്ടോ. ടവർ വിസിറ്റ് ചെയ്യാൻ വരുന്ന പല ആളുകളും വ്യൂ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ ശേഷം അടുത്തുള്ള ഈ മാളിലേക്ക് പോകും. അതൊരു നൈസ് മോഡേൺ ഷോപ്പിംഗ് സ്പേസ് ആണ്. ഫുഡ്, ഷോപ്സ്, കോഫി പ്ലേസസ് ഒക്കെ ഉണ്ടാവും. മോർണിംഗ് അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ ടവർ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം റിലാക്സ് ആയിട്ട് ഷോപ്പിങ്ങിനും ഫുഡ് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റുന്നൊരു കോംബോ സ്പോട്ടാണിത്. ഇനി കുറച്ച് ഹോട്ട് ചോക്ലേറ്റിന് വാഫിൾസ് എക്സ്പീരിയൻസ് ചെയ്താലോ? ഇതവിടെ കണ്ടൊരു കടയാണ് കേട്ടോ. ഇവിടെ വാഫിൾസും ഐസ്ക്രീമും ഹോട്ട് ചോക്ലേറ്റ്സും ഒക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ കുറച്ച് വാഫിൾസ് ട്രൈ ചെയ്തു. വാഫിൾസ് വിത്ത് ഹോട്ട് ചോക്ലേറ്റ് ആൻഡ് ഐസ്ക്രീം കോൾഡ് വെതറിൽ നല്ല പെർഫെക്റ്റ് കോംബോ ആണ്. സ്പിനക്ക ടവറും മോളും വിസിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അടുത്തൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നൂഡിൽസും ചിക്കൻ ഡിഷസും ഒക്കെ ട്രൈ ചെയ്തു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡിനൊക്കെ വലിയ ഹെവി ഒന്നുമല്ല, ജസ്റ്റ് ലൈറ്റ് ആൻഡ് ടേസ്റ്റി മീൽ. ട്രിപ്പിൻ്റെ എൻഡിലൊരു നൈസ് ഫുഡ് ബ്രേക്ക് പോലെയായിരുന്നു. ഇന്നത്തെ നമ്മുടെ പോർട്സ്മൗത്തിൻ്റെ ട്രിപ്പ് എൻഡ് ചെയ്യുവാണ് കേട്ടോ. ഓവറോൾ ഒരു റിയലി നൈസ് ഡേ ആയിരുന്നു. പക്ഷെ നമ്മുടെ പോർട്സ്മൗത്ത് ട്രിപ്പിൻ്റെ അവസാനം ആയിട്ടില്ല കേട്ടോ. ഇനി കുറേ പ്ലേസസും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നിങ്ങൾ പോർട്സ്മൗത്ത് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടോ? വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.